സ്നേഹപൂർവം എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 മെയ്യിൽ മാറുന്ന വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ മാറ്റം എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ്, നമ്മൾക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവില് ജീവിതത്തില് ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറി ജീവിതത്തില് സക്സസ് ആവുന്നതിനുള്ള ഓരോ വഴികളും തൊഴിൽ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. ഒരുപാട് നാളായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന വർഷമാണ് 2024 ഈ മെയ് മാസത്തോടു കൂടി വരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ഒന്ന് കുറച്ച് ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വിജയം ഉണ്ടാവും. അതുപോലെ മാനസികമായിട്ടൊക്കെ നല്ല സന്തോഷങ്ങളായിരിക്കും മനസ്സിൽ. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളൊക്കെ നിറവേറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നതിനുള്ള സമയമാണ്. പുരോഗതി, ബിസിനസ് പുരോഗതി ഉണ്ടാവുന്നതിനും ജീവിതത്തിൽ സക്സസ് ആകുന്നതിനുമൊക്കെയുള്ള ഒരു ഫലം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ക്ലേശിച്ചിരുന്നവർക്കൊക്കെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് സാമ്പത്തികം കിട്ടുന്നതിനുള്ള ഒരു സ്രോതസ്സൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ വസ്തു വാങ്ങാനൊക്കെ ആലോചിച്ചിരുന്ന, വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അഡ്വാൻസ് പോലും കൊടുത്തതായിരിക്കാം, അത് നടക്കാതെ വന്നവർക്കൊക്കെ അത് നടക്കുന്നതിനും പുതിയ വീട് താമസിക്കുന്നതിനും അല്ലെങ്കിൽ വാങ്ങുന്നതിനും പണിയുന്നതിനും ഒക്കെയുള്ള സമയമാണ്. വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അതിനൊക്കെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. എന്നിരിക്കലും പൊതുവിൽ കുറച്ച് ക്ലേശങ്ങളും വിഷമങ്ങളും മനക്ലേശങ്ങളും കൂടെ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഫലങ്ങള് ഓരോരുത്തരുടെയും പ്രായവും ദശാഫലങ്ങളും ദശാനാഥന്മാരും ലഗ്നഫലവും അനുസരിച്ചൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് പെൻഡുലം വെച്ചിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഫലമാണ്. അപ്പൊ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരയവുണ്ടാവാറുണ്ട്. അതുപോലെ രോഗാവസ്ഥകളൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതാണ്. അതുപോലെ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവാനും അല്ലെങ്കിൽ രക്തദൂഷ്യമായ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും ഒക്കെ സാധ്യതയുണ്ട്. മാനസികമായിട്ട് വളരെയധികം ക്ലേശം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൊക്കെ നിന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ വേണ്ടപ്പെട്ടവരുടെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു മാറിപ്പോക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ വളരെ പ്രിയമെന്ന് കരുതുന്നവർക്ക് ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു വേർപാട് ഒക്കെ ഉണ്ടാവാം. വിദേശത്തിനൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. വിവാഹത്തിനൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിൽ വിജയിക്കുന്നതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ നല്ല ഒരു സമയമാണ് ഈ പറഞ്ഞ വ്യാഴമാറ്റങ്ങളുടെ അശ്വതി നക്ഷത്രക്കാർക്കുള്ളത്. പിന്നെ വ്യാഴം മാത്രമാണ് മാറുന്നുള്ളൂ, നിങ്ങളും മാറാൻ ശ്രമിക്കുക. സ്വഭാവ സ്വല്പം എന്താ പറയാ, മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നിനൊക്കെ അടിച്ചിട്ടുള്ളവർ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വയം നന്നാവണം എന്നും കൂടി തീരുമാനിച്ചാൽ അവർക്കൂടി വളരെ നല്ല ഒരു ഫലം കിട്ടുന്ന വർഷമായിരിക്കും ഈ 2024 വ്യാഴമാറ്റം. അപ്പോൾ ഞാൻ നല്ല ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്, ചീത്ത ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഫലങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ തൊഴില്, വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബ പാരമ്പര്യം, നമ്മുടെ പശ്ചാത്തലം, ചുറ്റുപാട്, ഇതിനൊക്കെ അനുസരിച്ചും നമ്മുടെ പ്രായത്തെ അനുസരിച്ചും ദശാന്തി ഫലങ്ങളെയൊക്കെ അനുസരിച്ചും ദേശാന്തരങ്ങളും നമ്മുടെ സ്വഭാവത്തിൻ്റെയൊക്കെ അനുസരിച്ച് നമ്മുടെ ഫലങ്ങൾക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഫലങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അശ്വതി നക്ഷത്രത്തിലുള്ള 1,00,000 ആൾക്കാരുണ്ടെങ്കിൽ ഈ 1,00,000 ആൾക്കാർക്കും ഇത് പൂർണ്ണമായിട്ട് അനുഭവയോഗ്യമാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറച്ചൊക്കെ നമ്മുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും ഒക്കെ അനുസരിച്ചിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ അത് ശരി? അപ്പൊ അതുകൊണ്ട് വ്യാഴമാറ്റം നല്ലതായിരുന്നു അശ്വതിക്ക് പറഞ്ഞത്, എന്നിട്ടിപ്പം മൊത്തം ദുരിതമാണ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഓക്കെ ആവണില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ പെരുമാറ്റത്തിനും നമ്മുടെ രീതിക്കും മാറ്റം വരുത്തിയെന്നാല്, കാരണം നാട്ടിൽ നമ്മൾ മാറണം അല്ലേ? വ്യാഴം മാറും, ശനി മാറും, ദിവസം മാറും, ആഴ്ച മാറും, മാസം മാറും, ഇതൊക്കെ സ്വാഭാവികമാണ്. ആ ഒപ്പം നമ്മളും കൂടി മാറിയാലാണ്
ജീവിതത്തിൽ നമുക്ക് വിജയിക്കുന്നതിനുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.